ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിലേക്ക് പോകാം. ലൈവിൽ ഇപ്പോൾ പൊട്ടിക്കരയുന്ന ഷാനവാസിനെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് അനുമോളോട് പറയുന്ന കാര്യം ഇതാണ്: ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് ഞാനായിരിക്കും പോകുന്നത് എന്നുള്ളതായിരുന്നു. കാരണം ആ ഒരു പസിൽ എൻ്റെ ഒന്നും കറക്റ്റായിട്ടില്ലായിരുന്നു. പിന്നീട് നൂറയാണ് വന്നത് ശരിയാക്കി തന്നിട്ടുണ്ടായിരുന്നത്. അവൾ പോയതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. കാരണം അവർ തമ്മിലുള്ളൊരു ബോണ്ടിങ് എന്തൊക്കെ പറഞ്ഞാലും ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അവളെപ്പോഴും പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല എന്നുള്ളത്. പക്ഷേങ്കിൽ അവളുടെ ഉള്ളിൽ നല്ലൊരു കുഴപ്പം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ നമ്മളൊക്കെ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല വേദന ഉണ്ടായിരുന്നു. അതവൾ എപ്പോഴും ഒന്ന് മറക്കാൻ വേണ്ടി പറയുന്ന വാക്കുകളാണ് കുഴപ്പമില്ല എന്നുള്ളത്. ഞാൻ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാലും അവൾ പറയും ഇക്ക പറഞ്ഞു ഞാൻ കേട്ടോളാം എന്നുള്ള കാര്യങ്ങൾ അവൾ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾക്ക് നല്ലൊരു വിഷമമൊക്കെ ഉള്ള ആളായിരുന്നു എന്നുള്ള കാര്യങ്ങളാണ് പറയുന്നത്. നെവിൻ പറയുന്നുണ്ട് എനിക്ക് അത്ര കണക്ഷൻ ഇല്ല, നിങ്ങൾ തമ്മിൽ നല്ലൊരു കണക്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് വിഷമം വരുന്നത് എന്നുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. എന്തായാലും നൂറ പറയുന്ന കാര്യം ഇതാണ്: ഞാനിപ്പം ഇവിടെ വെച്ചുണ്ടായ പ്രശ്നങ്ങളൊക്കെ തന്നെ ഞാൻ ഇവിടെ വെച്ച് തന്നെ അവസാനിപ്പിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അനുമോളോടൊക്കെ പറഞ്ഞിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഷാനവാസിന് നല്ല വിഷമമുണ്ട്. അവിടെ മാറി നിന്ന് കരയുന്നതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. പുള്ളിക്ക് എന്തായാലും ഒരു ജ്യേഷ്ഠൻ്റെ സ്ഥാനം അല്ലെങ്കിൽ ഒരു അച്ഛൻ്റെ സ്ഥാനം പോലെ നിന്നായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. എന്തൊക്കെ പറഞ്ഞാൽ അവർ രണ്ടുപേരും ഒറ്റയ്ക്ക് താമസിക്കുന്ന ആളുകളാണല്ലോ. അതുകൊണ്ട് തന്നെ ഒരു സ്നേഹം, കരുതൽ, ആ ഒരു പ്രയാസം നൂറ പോയ സമയത്ത് ഷാനവാസിൻ്റെ മുഖത്ത് നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ടായിരുന്നു ലൈവിൽ ഇപ്പോൾ.